നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും മുൻ MLA-യുമായ M. സ്വരാജിന്റെ ഭാര്യയ്ക്കായി വഴിവിട്ട നീക്കവുമായി കണ്ണൂർ സർവകലാശാല. സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് PhD നേടാനായി ചരിത്രത്തിലാദ്യമായി മേഴ്സി ചാൻസ് നൽകിയിരിക്കുകയാണ് സർവകലാശാല. 1 ലക്ഷം രൂപ പിഴയടച്ച് PhD നേടാനാണ് അവസരം. സ്വരാജിന്റെ ഭാര്യയ്ക്കായി ചട്ടങ്ങൾ മാറ്റിയതായും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം 50 വയസ്സായി വർദ്ധിപ്പിച്ചത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ആരോപണവും ശരിവെക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ജനം ബ്രേക്കിംഗ്. 1 ലക്ഷം രൂപ പിഴയടച്ചാൽ നിശ്ചിത ഗവേഷണ കാലാവധി കഴിഞ്ഞ ആർക്കും PhD നൽകാമെന്ന പുതിയ ഒരു വിവാദത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാല. 2008 PhD ബിരുദം നേടുന്നതിന് കണ്ണൂർ സർവകലാശാലയിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത CPM നേതാവ് M. സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നിശ്ചിത പിഴ അടച്ച് തിരക്കിട്ട് തയ്യാറാക്കിയ പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തി 5 മാസത്തിനുള്ളിൽ PhD ബിരുദം നേടി. സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നെറ്റ് യോഗ്യത നേടിയിട്ടില്ല. അധ്യാപക നിയമനത്തിന് PhD അനിവാര്യമാണ്. ഇതിനായാണ് തിരക്കിട്ട നീക്കങ്ങൾ. BA, LLB തുടങ്ങിയ പരീക്ഷകൾക്ക് സിലബസ് മാറ്റം വരുമ്പോൾ പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെഴ്സി ചാൻസ് പരീക്ഷകൾ സർവകലാശാല നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ PhD മെഴ്സി ചാൻസ് ആയിട്ട് നൽകുന്നത് കേരളത്തിൽ ഒരു സർവകലാശാലയുമല്ല, കണ്ണൂർ സർവകലാശാല മാത്രമാണ്. ഇതും പ്രഥമമായാണ് 1 ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ മുൻകാലങ്ങളിൽ PhDക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് പ്രബന്ധം അവതരിപ്പിച്ചാൽ PhD നൽകാമെന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ഇത് മുൻ MLA കൂടിയായിരുന്ന M. സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് PhD ലഭിക്കുന്നതിന് വേണ്ടിയാക്കിയ പ്രത്യേക നിയമമാണ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ബിരുദധാരികളായ പരിചയസമ്പന്നരായ അധ്യാപകർക്കും ശാസ്ത്രജ്ഞർക്കും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ നിയമനത്തിന് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകരുടെ നിയമന പ്രായപരിധി 50 വയസ്സായി ഉയർത്തിയതെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. 2008 കണ്ണൂർ സർവകലാശാലയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്ത് ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വരാജിന്റെ ഭാര്യയ്ക്ക് മേഴ്സി ചാൻസിന്റെ ആനുകൂല്യം നൽകി തിസീസ് സ്വീകരിച്ചാണ് PhD ബിരുദം അവാർഡ് ചെയ്തത്. വിഷയത്തിൽ നിയമവിരുദ്ധമായി സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് സർവകലാശാല നൽകിയ PhD ബിരുദം റദ്ദാക്കണമെന്ന് കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നൽകിയ PhD ബിരുദങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. ജനം, തിരുവനന്തപുരം.